ഹലോ കൂട്ടുകാരെ, ഡോറ ബുജി ഗുഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് വീഡിയോ എടുക്കുന്നതും സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എനിക്കും ഉണ്ടായിരുന്നു, ഇച്ചാനും തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഇച്ചാനില്ലാതെ എനിക്ക് തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചാനും കൂടെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു സത്യത്തിൽ, അതുകൊണ്ട് എടുക്കായിരുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇതിനകത്ത് വെച്ച് തന്നെ ലോങ് വീഡിയോ നമ്മൾ ലാസ്റ്റ് എടുത്തെന്ന് തോന്നുന്നു. അന്ന് എടുത്തപ്പോഴും ഇതുപോലെ മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഗബ്രൂട്ടൻ ഇതെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ മൈക്കും നോക്കിക്കൊണ്ടിരിക്കുക ഗബ്രൂട്ടൻ. ടാറ്റ അല്ല, ഹായ് പറഞ്ഞ എല്ലാരോടും ഹായ് പറ, ഹായ് കൊടുക്ക്. എന്നെ തന്നെയാണ് അതിനകത്ത് കാണുന്നേ. ഗബ്രൂട്ടൻ കുളിച്ച് കയറി വന്നേ ഉള്ളൂ കേട്ടോ. ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ കുളിപ്പിച്ചെടുത്തോണ്ട് വന്നതേ ഉള്ളു. അയ്യോ ഗബ്രൂട്ടന്റെ അടപ്പ് നിലത്ത് പോയി. നീ എടുക്കും മോളെ. അപ്പോ നമ്മൾ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് പണി എവിടം വരെ ആയെന്ന് ഒരുപാട് പേര് ചോദിച്ചു. വീട് പണി കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ ഇതുവരെയും കാണിക്കാതിരിക്കുന്നത് വീടിന്റെ മൊത്തം ഭാഗങ്ങളും. അപ്പം എപ്പോഴും ഇങ്ങനെ ഇത്രയായെന്ന് പറഞ്ഞ് ഇടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇടാം എന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ തടുപ്പ് കുഞ്ഞിൻ്റെ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ വയറിംഗ് ആണ്. ഈ വയറിംഗ് ഒക്കെ എനിക്ക് തനിയെ ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആളിനെ വിളിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലംബിങ് എനിക്കറിയാം കേട്ടോ, പക്ഷെ എനിക്ക് ഈ സാധനം മാത്രം, ഇത് കൂടുതൽ എനിക്ക് ഒന്നും ഐഡിയ ഇല്ല. വയറിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ കയറി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം എനിക്ക് വയറിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളിനെ വിളിച്ചിട്ടാണല്ലോ ചെയ്യിക്കേണ്ടത്. അതിൻ്റെ ഒരു സമയം എടുത്തു. പിന്നെയെന്ന് വെച്ചാൽ പ്ലംബിങ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട്, പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ സമയം കിട്ടില്ല. ഒന്ന് തറയിടണം, ബാത്റൂമിൽ തറയിടണം, എന്നിട്ട് വേണം ബാക്കി ക്ലോസറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുള്ളൊരു സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെയും കുറച്ച് ഇതിനകത്ത് പരിപാടികളും കാര്യങ്ങളും ഇരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് പൈസയുടെ കുറച്ച് ഷോർട്ടേജ് വന്നപ്പോഴായിരുന്നു നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പം പിന്നെ നമ്മൾ രണ്ടുമൂന്നേരം ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഓക്കെ ആയി. എന്നാലും ഇനിയും കുറച്ചുകൂടെ പൈസ വേണം, ഇനിയും ചെയ്യാൻ കിടപ്പുണ്ട് സാധനങ്ങളൊക്കെ. ഇനി മണലിറക്കണം. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും ഇത് മതി അത് മതി നിർക്കും, പക്ഷെ സാധനങ്ങൾക്കൊക്കെ അങ്ങനെയായ വിലയാണ് സത്യം. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ലേബർ ചാർജ് അങ്ങനെ ആവുന്നില്ല കേട്ടോ. മുന്നേ പിടിച്ചാൽ അതിനെ ഇട്ടേ. നമുക്ക് ലേബർ ചാർജ് അങ്ങനെ അധികം ആയിട്ടില്ല ഇതിനകത്ത്. പക്ഷെ കൂടുതൽ നമുക്ക് സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില. നേരെ പിടിക്കും. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണ്. നമ്മളിപ്പം ഒരു സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഇത്രയും രൂപയൊക്കെ മതിയായിരിക്കും, അടിപൊളിയായിട്ട് മിന്നി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതുപോലെ ഇടിയും വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാണെങ്കിൽ വലിയ തുകയൊന്നും ആവത്തില്ല, പക്ഷെ സാധനം എടുക്കാൻ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വലിയ വിലയാണ് ഇതിനൊക്കെ എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങൾ എന്തായാലും കുറച്ചൊക്കെ സാധനം എന്തായാലും നമ്മൾ ചിലർ നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. എന്നാലും ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ മേടിക്കാണ്ട്. എന്തോ പറ്റി? എൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല, അതുകൊണ്ട് നോക്ക്. ഉറക്കം വരുന്നുണ്ട് അതിന്റെ ഒരു. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇനി ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ പാലാച്ചിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ മക്കളെ എടുത്തോണ്ട് റൂമിലോട്ട് പോടാം. ചേച്ചി പെണ്ണ് മോനെ ഉറക്കും. അപ്പോൾ പാലയാച്ചിൽ നമ്മളാണെങ്കിൽ റൂമിലോട്ട് പോനെ. നമ്മൾ പാലയാച്ചിൽ നമ്മൾ കുളിച്ചിട്ടല്ല വീഡിയോ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു കാര്യം വെച്ചാൽ നമ്മൾ നല്ല ഇതിലും നമ്മൾ എന്താ പറയുന്നത്, മോശം പറഞ്ഞൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ശരീരം ശുദ്ധിയാക്കി വെച്ചാലും നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നടക്കത്തില്ല. അതിൽ എനിക്ക് കണ്ട ഒരു കമൻറ്റാണ്, എന്താ
കുളിക്കാതെ ചെയ്യുന്ന ഒരു കാര്യം നന്നായി പോകില്ലെന്നുള്ളത്. നമ്മൾക്കിപ്പം നമ്മുടെ മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കുളിക്കാതെ ഒന്ന് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ശുദ്ധമുള്ള മനസ്സ് മാത്രമേ ദൈവം നോക്കുകയുള്ളൂ. നീ കുളിച്ചവനാണോ കുളിക്കാത്തവനാണോ അതൊന്നും നോക്കാറില്ല. ശുദ്ധമുള്ള മനസ്സാണോ അവനെ ദൈവം ഉയർത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് അത് ഫോളോ ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ തന്നെ ഈസ്റ്ററിൻ്റെ പരിപാടി ആയിരുന്നു അന്ന്. അപ്പം അന്ന് തന്നെ നമ്മൾ പാലുകാച്ചി നടത്തിയിട്ട് പാചകം ചെയ്യണം എന്ന് നമ്മൾ അങ്ങനെ തന്നെ ഒരു ഇതിലായതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ വെച്ചാൽ എല്ലാവരും രാത്രി കുളിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും ശരീരത്തില്ലല്ലോ. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയായിട്ട് കൈയും കാലും അല്ല നമ്മൾ രാവിലെ കൈയും കാലും മുഖമെല്ലാം കഴുകി എല്ലാം വൃത്തിയായതിനു ശേഷം മാത്രമാണ് നമ്മൾ പാല് കാച്ചാനായിട്ട് കയറിയത് അടുക്കളയിലേക്ക്. അപ്പം വൃത്തിയോട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്, വൃത്തിയില്ലാതെ ഒന്നും അല്ല. അപ്പോൾ കുറേ കമൻറ്റുകൾ അതിനെക്കുറിച്ച് കണ്ടു. പിന്നെ കണ്ടത് ഷുഗർ. ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പുട്ട് ഒരുപാടൊന്നും എടുത്തില്ല. അത് എനിക്കൊന്നൊരു 3-4 സ്പൂൺ പഞ്ചസാര എടുത്തുള്ളൂ. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സംഗതി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പഞ്ചസാര കല്ലിച്ചിരിക്കുമായിരുന്നു, കട്ടിയായിട്ടിരിക്കുമായിരുന്നു. രണ്ടാമതെന്ന് വെച്ചാൽ അത് ഗ്ലാസ് പ്ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഇതിനകത്ത് എടുത്തോളൂ. ആ പുട്ട് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പുട്ട് ഒരുപാട് ചെറിയ പുട്ടുകളായിരുന്നു, വാഴയില പുട്ട് ഇല്ലേ, പുട്ട് ചെറിയ പുട്ടല്ലായിരുന്നു. പക്ഷെ ആ വീഡിയോക്കകത്ത് പുട്ട് വലുതായിട്ടില്ലേ കാണുന്നത്. അല്ല, നിനക്ക് എന്നെ ഇങ്ങനെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരം നീ പാഴാക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പുട്ട് ചെറിയ പുട്ടായിരുന്നു മോനെ, പുട്ട് ചെറിയ പുട്ടല്ലായിരുന്നു, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുട്ടല്ലായിരുന്നു. അത്രയും പോലും ഇല്ലായിരുന്നു, ചെറിയ പുട്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് വലിയ പുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഞ്ചസാര കുറച്ച് എടുത്തുള്ളൂ. പക്ഷെ പഞ്ചസാര ഇങ്ങനെ പടർന്ന് കിടന്ന് ഗ്ലാസ് പ്ലേറ്റും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ഉള്ളതായിട്ട് തോന്നിയത്. സത്യത്തിൽ ഞാൻ പഞ്ചസാര കൂട്ടാറില്ല. ഇവിടെ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ചായ കുടിക്കത്തില്ല, കാപ്പി കുടിക്കത്തില്ല, പാല് കുടിക്കത്തില്ല, ഒരു സാധനം കഴിക്കത്തില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഇത്തിരി പഞ്ചസാര സാധനങ്ങൾ കഴിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പായസത്തിലും അങ്ങനെയൊക്കെ അല്ലാതെ ഓവറായിട്ട് പായസം ഇവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ 2 മാസം 3 മാസം കൂടുമ്പോൾ ഇവിടെ പായസം വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മധുര സാധനങ്ങൾ മേടിക്കുന്നത് അതുപോലെ തന്നെയാണ്. അങ്ങനെ മധുരം ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഇവരൊക്കെ ഡെയിലി ചായം ഇതെല്ലാം കുടിക്കാറില്ല, ഞാൻ അതുപോലും കുടിക്കാറില്ല. പിന്നെ എനിക്ക് ഈ പുട്ട് പാല് ഇതൊക്കെ കുടിക്കുമ്പം അത്യാവശ്യം മധുരം വേണം എന്നുള്ള കൂട്ടത്തിലാണ്. അവിടെ നമ്മൾ അങ്ങ് കൊണ്ടുപോകണം, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലയോ. അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് അതിനകത്ത് ഇത്തിരി പഞ്ചസാര കൂടുതൽ എടുത്തത് പോലും. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഷുഗർ അങ്ങനെ ഞാൻ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ സ്നേഹമുള്ള ഒരുപാട് പേരാണ് നമുക്ക് അതും കമൻ്റ് ഇട്ടത്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഹെൽത്തിനെ പോലും നല്ല രീതിയിൽ എല്ലാവരും കെയർ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു, കാരണം കുറേ നാളായി ലോങ് വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ട്. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മളായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഒരുപാടായില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ പ്രിൻസ് ഒക്കെ ആണെങ്കിൽ വയനാട്ടിൽ പോകുന്ന പോക്ക് ക്യാൻസലായി കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത കൊല്ലം പോയി. പ്രിൻസിന് അധികം സങ്കടം ഉണ്ടോ പോവാത്തതില്? പക്ഷെ മോൾക്ക് ഇച്ചിരി സങ്കടമുണ്ട്. അവളിപ്പോ പോകുന്നു പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നു, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. ചിലപ്പോ റമ്മാച്ചനും കേട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. എന്താ പറയാ, പ്രിൻസിന് എന്താ പറയാ? എനിക്ക് പോയാലും പോയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ അവൾക്ക് പിന്നെ പോയില്ലെങ്കിൽ സങ്കടം. ഇത് മാത്രം അവൾക്ക് അല്ല, വാ എങ്ങോട്ടോ പോയതാ, പുറത്തോട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ. അവർ ചിലപ്പോ വരുമായിരിക്കും കേട്ടോ, അറിയില്ല. വരികയാണ് നമ്മൾ അവരുടെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവരെന്ത് ചെയ്യണം, അവരെ കണ്ടിട്ടില്ലോ. അവർ നേരത്തെ നമ്മൾ തെങ്ങിന്നുള്ള വെള്ളക്ക് വീണതാ. എന്താ അവരുടെ അമ്മ എന്നും മിക്കപ്പോഴും തന്നെ ഇവര് വിളിക്കും, വീഡിയോ കോളൊക്കെ വിളിക്കും കേട്ടോ. അപ്പം ഇവരുടെയൊക്കെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഫോൺ വിളിച്ചപ്പോൾ പറയാറുണ്ട്. പിന്നെന്ന് വെച്ചാല് നേരത്തെ നമ്മളുടെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മള് ചലഞ്ചിങ് വീഡിയോ ഒക്കെ ഇട്ടതിനകത്ത് അത് ഞാനത് ആലോചിക്കുന്നത് ഇവിടെ കരയുന്നത്. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരങ്ങോട്ട് പോയതിനു ശേഷം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതൊക്കെ ആയത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കുറേ വീഡിയോസ് അവരൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ള ഉണ്ടായിരുന്നു ഒത്തിരി. ഞാൻ കല്യാണം കഴിച്ച് വന്ന ഇടയ്ക്കൊക്കെ
ഞങ്ങളുടെ കൂടെ ചലഞ്ച് ചെയ്യും. ആൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇവരുടെ ഫാമിലി ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല, ഒരുപാട് പേർക്ക് നമ്മൾ എന്താ പറയുക, കുഞ്ഞു വീടാണെങ്കിലും ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് പലർക്കും നമ്മൾ ഈ ഒരു വീട് വെച്ചതിലും. അപ്പം പലരും പറഞ്ഞ് ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് പറഞ്ഞു എല്ലാവരോടും. ഹായ് ഉമ്മ കൊടുത്ത് എല്ലാവർക്കും പ്രിയങ്കസ് കൊടുത്തേ, ഉമ്മ കൊടുത്തേ. ഗബ്രൂട്ടൻ ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളോരോ കാര്യം കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഒത്തിരി പേർക്ക് നമ്മൾ വീട് വെച്ചെന്ന് അറിഞ്ഞാൽ ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി പേര് വിളിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഗബ്രൂട്ടിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ചിലർ ഇടയ്ക്ക് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അതിലെല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നും ഒരു ചേച്ചിയാണെങ്കിൽ ഗബ്രൂട്ടിന് ബർത്ത്ഡേക്ക് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നും ഒരു ചേച്ചിയാണെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസ ഇട്ടാണ്. നമ്മുടെ കൊല്ലത്ത് തന്നെ ഉള്ളതാണ്. കൊല്ലത്ത് പിടിച്ചു കൊല്ലത്ത് സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും, ഒരുപാട് നന്ദിയുണ്ട്. പൈസ ഇട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.